The shoot was happening in Singapore. വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു, പക്ഷെ വളരെ പേടിയുണ്ടായിരുന്നു സർ. സിംഗപ്പൂരിൽ നമുക്ക് എന്തെങ്കിലും രസകരമായ ഒരു അനുഭവം മീനയുടെ മനസ്സിലുണ്ടോ നമ്മുടെ ഷൂട്ടിനെ കുറിച്ച്? ഈ ഫൈറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ആക്ഷൻ സീക്വൻസ് ഒരു വലിയ ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ചെറിയ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദേ വർ ലൈക്ക് നോ കൊറിയോഗ്രാഫർ, നോ ആക്ഷൻ സ്റ്റണ്ട് മാസ്റ്റർ. ലാൽ സർ, അതെ, ദാറ്റ്സ് വാട്ട് ഐ വാസ് ഗോയിങ് ടു സേ. ഇറ്റ് വാസ് ലാൽ സർ ഹു കൊറിയോഗ്രാഫ്ഡ് ഫുൾ ഫൈറ്റ്. അതെ, ഹൗ എങ്ങനെ വരണം, എങ്ങനെ ചാടണം, അതൊക്കെ പറഞ്ഞു കൊടുത്തത് അവരാണ്. Water skiing. That was my first time. I was so scared. And പിന്നെ ഈ ഡിസ്കോതെക്കിൽ ആടുന്ന പോലെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. That was also first time I went to a discotheque. So a lot of first was happening in that movie. First time working with you. പിന്നെ ഫസ്റ്റ് ടൈം ദ ഹോൾ ഷൂട്ട് വാസ് ഹാപ്പനിങ് ഇൻ an abroad destination. പിന്നെ ഫസ്റ്റ് ടൈം ദാറ്റ് സ്കീയിങ്, ഫസ്റ്റ് ടൈം പബ്, പിന്നെ ഒരു വർണ്ണപ്പകിട്ടായിരുന്നു അത്. അതെ, വെരി കളർഫുൾ. സണ്ണിയുടെ വളരെ വലം കൈയായിട്ട് അതിൽ അഭിനയിച്ച ഒരാളുണ്ട്, പൈലി. മിസ്റ്റർ പൈലിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. മിസ്റ്റർ ജഗദീഷ്. Salam Lal. Lal Salam. And happy to be a part of Lal Salam. Okay. പൈലി, ഓർമ്മയുണ്ട് ആ കഥാപാത്രം? വളരെയധികം ആത്മാർത്ഥതയുള്ള ഒരു കഥാപാത്രമായിരുന്നു പൈലി. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല. ജഗദീഷിന് രസകരമായ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? രസകരമായ ഒരു ഓർമ്മയെന്ന് പറയുന്നത്, ഇത് ശശിയേട്ടനും ബാബുവും അതിൻ്റെ കഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം ലാലിൻ്റെ കൂടെയൊക്കെ സിംഗപ്പൂരിലൊന്ന് കറങ്ങണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ശശിയേട്ടാ സിംഗപ്പൂരിൽ പോകുന്ന കഥാപാത്രം വല്ലതും ഉണ്ടോ എന്ന്. അപ്പോൾ കഥ മുഴുവൻ പറഞ്ഞിട്ട് പറഞ്ഞു, സിംഗപ്പൂരിലാണെങ്കിൽ റസൽ ഖാൻ്റെ കൂടെ ഒരു ചെറിയ കഥാപാത്രം ഉണ്ട്, അതിൻ്റെ ഡയലോഗൊന്നുമില്ല, നീ വരുന്നോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് വേണ്ട, അതിനേക്കാളും പൈലിയാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സിംഗപ്പൂരിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ലൊരു സ്ട്രോങ് ക്യാരക്ടറാണ് എനിക്ക് ശശിയേട്ടൻ തന്നത്. അതിൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഹീറോയിൻ സ്കോർ ചെയ്യുന്ന പല സീക്വൻസുകളും ഉണ്ട്, സീൻസും ഉണ്ട്. പക്ഷേ സിനിമ കാണുമ്പോൾ ആ സ്ക്രിപ്റ്റിലുള്ള ഹീറോയിൻ്റെ സ്കോറിങ് പോലെ തന്നെ അതിന് മാച്ച് ചെയ്യുന്ന ലെവൽ ചിലപ്പോൾ പലപ്പോഴും സൈലൻസ് കൊണ്ടായിരിക്കാം ഈ ലാലിൻ്റെ സണ്ണിയും ഒരു ഈക്വൽ, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഹീറോയിൻ്റെ മുകളിൽ പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് വർണ്ണപ്പകിട്ടിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്ത ആളാണ് അധിപൻ. അതിനെക്കുറിച്ച് പറയുമ്പോഴും അധിപനിലെ ആ ഫസ്റ്റ് ഹാഫിലെ ഹ്യൂമർ ഇന്നും ദൂരദർശനിലെ ആ ലാല് മദ്യപിച്ചുകൊണ്ട് ദൂരദർശനിൽ ഫോൺ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ ടി വിയിൽ അത് കോമഡി എന്താ പറയുക ക്ലിപ്പിങ്സിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് ലാലിൻ്റെ ആ പെർഫോമൻസ് ആണ്. അതിൻ്റെ ക്രെഡിറ്റ് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതിനേക്കാളും ഇംപ്രവൈസേഷനാണ് ലാൽ നടത്തിയിട്ടുള്ളത്. Let's go.